യോഗത്തിൽ കയ്യാങ്കളി എത്തിയെന്നൊന്നും പറയാനായിട്ടുള്ള ഇതില്ല. പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്, ശക്തമായ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അവർ ആ അഭിപ്രായം പറയുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു കൂട്ടരുമുണ്ട്. ഒരു പാർട്ടിയില്ലേ, പല ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ അവനെ എതിർക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ടാവും, അത് സ്വാഭാവികമാണ്. അങ്ങോട്ടും അല്ലാതെ ഒരു ബഹളമോ അങ്ങനെയുള്ള കയ്യാങ്കളിയോട് ആവശ്യമില്ലായിരുന്നു അവിടെ. എന്തായിരുന്നാലും പിന്നെ നമ്മളെപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യണം സംസാരത്തിൽ എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ട ഒരു അജണ്ട. കഴിഞ്ഞോ? വേറെ നേരം ചോദിക്കാനുണ്ടോ? അങ്ങനല്ല. കുട്ടനാടിനെ കുറിച്ച് നിങ്ങൾക്കറിയാൻ മേലാത്തതുകൊണ്ട് അപ്പം ഞാൻ പറയാം. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ഞാൻ 4 ഇലക്ഷൻ അവിടെ കണ്ടക്ട് ചെയ്ത ആളാണ്. മീൻസ് 3 തോമസ് ചാണ്ടി, 1 ഞാൻ. കുട്ടനാടിൽ പാർലമെന്റ് തിരിച്ചു വിടുമ്പോഴത്തേക്ക് കൊടുക്കുന്ന സുരേഷ് 5500 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. 5500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. തോമസ് ചാണ്ടി 8000 വോട്ടിന് ജയിച്ചിടത്താണ് കൊടുക്കുന്നത് സുരേഷ് 5500 വോട്ട് ഭൂരിപക്ഷം കൊടുക്കുന്നത്. അതേ നിയമസഭ വന്നപ്പോൾ തോമസ് ചാണ്ടി വീണ്ടും 6000 വോട്ടിനാണ് ജയിച്ചത്. കുട്ടനാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിയമസഭ വരുമ്പം അതിനൊരു പ്രത്യേകതയുണ്ട്. പാർലമെന്റ് പോലും അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും അല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ 6000 വോട്ടിന് മുന്നിലാണ് നിൽക്കുന്നത്. കാരണം ഓരോ വാർഡും, കാരണം 13 റിബൽ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത്, അതാണ് അതിന്റെ മെയിൻ വിഷയം. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വോട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരുപാട് മുന്നിലാണ്, അതാണ് വിഷയം. പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ച് ഇടതുപക്ഷ മണ്ഡലമാണ് കുട്ടനാട്. കാരണം ഈ 13 പഞ്ചായത്തിൽ 10 പഞ്ചായത്തും 100% ഇടതുപക്ഷത്തോടെ നിൽക്കുന്നതാണ്. അതിനകത്ത് ആകെ ഇച്ചിരി വ്യത്യാസമുള്ള ഒന്ന് മുട്ടാറ്, അതൊരു 100 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് ചമ്പക്കുളവും, ഒന്ന് എടത്തുവായും. ഈ 3 പഞ്ചായത്തല്ലാതെ ഒരു പഞ്ചായത്തും നിൽക്കുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് കണക്കൂട്ട് നോക്കിക്കോ. ഇപ്പം തലോടി പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ 7 സീറ്റ് UDF, 6 സീറ്റ് LDF ആണ്. അപ്പം 7ാമത്തെ സീറ്റ് UDF കൊണ്ടുപോയത് ഓരോ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഒരു വോട്ട് ചെക്ക് ചെയ്താൽ മതി. 4ാം വാർഡിൽ ഒറ്റ വോട്ടില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ LDF ആണ് അവിടെ ഭരണത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളൊരു പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു, നെടുമുടി പഞ്ചായത്ത്. പക്ഷെ അതൊന്നും കാൽക്കുലേറ്റ് ചെയ്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുന്നതുകൊണ്ട് LDF വളരെ മുന്നിലാണ്. അത് ശരിക്കും അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എപ്പോഴും. പിന്നെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കുട്ടനാട്ടിൽ ചെയ്തിരിക്കുന്ന ഈ ഗവൺമെന്റ്, അതൊന്നും മറന്നാർക്കും പ്രവർത്തിക്കാനൊക്കത്തില്ല. വളരെ നല്ല രീതിയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് LDFന്റെ മണ്ഡലമാണ് കുട്ടനാട്. അത് നല്ല രീതിയിൽ ഞങ്ങളവിടെ വിജയം കൈവരിക്കാനായി സംശയമില്ല.